SSCERT കേരള സ്റ്റേറ്റ് സിലബസ് അടിസ്ഥാനമാക്കി 10th സ്റ്റാൻഡേർഡ് ഫിസിക്സ് ഭാഗം 1 അധ്യായം 1 വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ. പേരിൽ നിന്നും വ്യക്തമാകുന്നതുപോലെ വൈദ്യുതിയെയും വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചുമാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് തവണ ഉപയോഗിക്കുന്ന ഒരു പദമാണ് വൈദ്യുതി. ഫിസിക്സിൽ വൈദ്യുതി എന്നാൽ ഇലക്ട്രിക് ചാർജോട് കൂടിയ ദ്രവ്യത്തിൻ്റെ സാന്നിധ്യം, കൂടാതെ ഏതെങ്കിലും മാധ്യമത്തിലൂടെയുള്ള അവയുടെ പ്രവാഹം. ഇതാണ് വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവോ നെഗറ്റീവോ ആകാം. പിണ്ഡവും വ്യാപ്തവുമുള്ള ഏതൊന്നിനെയും ദ്രവ്യമെന്ന് വിളിക്കാം. പോസിറ്റീവ് ചാർജോട് കൂടിയ ദ്രവ്യത്തിന് ഉദാഹരണമാണ് പ്രോട്ടോൺ. ഇതുപോലെ നെഗറ്റീവ് ചാർജോട് കൂടിയ ദ്രവ്യത്തിന് ഉദാഹരണമാണ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ പിണ്ഡം 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാമും വ്യാപ്തം 1 ഇൻറ്റു 10⁻30 മീറ്റർ ക്യൂബും, പ്രോട്ടോണിൻ്റെ പിണ്ഡം 1.6 ഇൻറ്റു 10⁻27 കിലോഗ്രാമും വ്യാപ്തം 2.5 ഇൻറ്റു 10⁻45 മീറ്റർ ക്യൂബും ആകുന്നു. കൂടാതെ വൈദ്യുതി ഒരു ഊർജ്ജരൂപ കൂടിയാണ്. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് ഗൃഹോപകരണങ്ങളിൽ ചിലതിൻ്റെ പേര് ഇവിടെ കൊടുത്തിരിക്കുന്നു. ബൾബ്, ഫാൻ, ഇസ്തിരിപ്പെട്ടി, മിക്സി, വാട്ടർ ഹീറ്റർ. ഈ ഉപകരണങ്ങളെല്ലാം തന്നെ വൈദ്യുതോർജ്ജം ഉപയോഗപ്പെടുത്തിയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും മറ്റൊരു ഊർജ്ജരൂപത്തിലാണ് നമ്മൾക്ക് ഇവയെല്ലാം പ്രയോജനപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഇതിലെല്ലാം വൈദ്യുതോർജ്ജം മറ്റു പല ഊർജ്ജരൂപത്തിലേക്കും മാറ്റപ്പെടുന്നു. അതായത് ബൾബ് ഉപയോഗിച്ച് വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാക്കി ഉപയോഗപ്പെടുത്തുന്നു. ഫാൻ ഉപയോഗിച്ച് വൈദ്യുതോർജ്ജത്തെ ഗതികോർജ്ജമാക്കി ഉപയോഗപ്പെടുത്തുന്നു. ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി ഉപയോഗപ്പെടുത്തുന്നു. മിക്സി ഉപയോഗിച്ച് വൈദ്യുതോർജ്ജത്തെ ഗതികോർജ്ജമാക്കി ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ വാട്ടർ ഹീറ്റർ ഉപയോഗിച്ച് ഇസ്തിരിപ്പെട്ടിക്കു സമാനമായി വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റി ഉപയോഗപ്പെടുത്തുന്നു. ഊർജ്ജ സംരക്ഷണ നിയമം ഊർജ്ജത്തെ സൃഷ്ടിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല. ഊർജ്ജത്തെ ഒരു രൂപത്തിൽ നിന്നും മറ്റു രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഇതിന് ഉദാഹരണമാണ് മുകളിൽ പറഞ്ഞിട്ടുള്ളവയെല്ലാം. വൈദ്യുതോർജ്ജത്തെ ഉപകരണം പ്രയോജനപ്രദമായ ഏത് രൂപത്തിലേക്കാണോ, ഏത് ഊർജ്ജരൂപത്തിലേക്കാണോ മാറ്റുന്നത്, ആ ഊർജ്ജരൂപത്തെ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലം എന്ന് വിളിക്കുന്നു. വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഇതിനെ വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം അഥവാ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കാം. ഇത്തരത്തിൽ വൈദ്യുത പ്രവാഹത്തിലൂടെ താപഫലം തരുന്ന ഉപകരണങ്ങൾക്ക് ഉദാഹരണമാണ് ഇസ്തിരിപ്പെട്ടി, വാട്ടർ ഹീറ്റർ, എയർ കണ്ടീഷണർ, ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയവ. പല ഉപകരണങ്ങൾ ഉപയോഗിച്ചും വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റാം. എന്നാൽ ഇനി എങ്ങനെയാണ് ഇത്തരം ഉപകരണങ്ങളിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നത് എന്നതിനെക്കുറിച്ച് നോക്കാം. അതിനു മുൻപ് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ചില പ്രധാന അളവുകളും അവയുടെ യൂണിറ്റുകളും പരിചയപ്പെടാം. കറണ്ട് സർക്യൂട്ടിലെ ഒരു ബിന്ദുവിലെ അല്ലെങ്കിൽ ഒരു ഏരിയയിലൂടെയുള്ള വൈദ്യുത ചാർജിൻ്റെ പ്രവാഹ തോത്. ഇംഗ്ലീഷിൽ അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റർ I കൊണ്ടിതിനെ സൂചിപ്പിക്കാം. SI യൂണിറ്റ് ആംബിയർ ആകുന്നു. കറണ്ട് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അമീറ്റർ എന്നതാണ്. പ്രതിരോധം സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് പ്രവാഹത്തിനോടുള്ള എതിർപ്പിൻ്റെ അളവാണ് പ്രതിരോധം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റർ R കൊണ്ടിതിനെ സൂചിപ്പിക്കാം.
ഓം എന്നതാണ് ഇതിൻ്റെ SI യൂണിറ്റ്. പൊട്ടൻഷ്യൽ വ്യത്യാസം. സർക്യൂട്ടിൽ രണ്ട് വ്യത്യസ്ത പോയിന്റുകൾക്കിടയിൽ ചാർജ് വാഹകരായിട്ടുള്ള ദ്രവ്യത്തിൻ്റെ ഊർജത്തിൽ അനുഭവപ്പെടുന്ന വ്യത്യാസത്തെയാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റർ V കൊണ്ട് ഇതിനെ സൂചിപ്പിക്കാം. വോൾട്ട് എന്നതാണ് ഇതിൻ്റെ SI യൂണിറ്റ്. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ വോൾട്ട് മീറ്റർ എന്ന ഉപകരണം ഉപയോഗിക്കാം. വർക്ക് ഡൺ. സർക്യൂട്ടിൽ ചാർജിനെ ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് എത്തിക്കാൻ ആവശ്യമായി ചെയ്യേണ്ട പ്രവൃത്തി അല്ലെങ്കിൽ ഇതിനാവശ്യമായ ഊർജമാണ് വർക്ക് ഡൺ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റർ W കൊണ്ട് ഇതിനെ സൂചിപ്പിക്കാം. ജൂൾ ആണ് വർക്ക് ഡണ്ണിൻ്റെ SI യൂണിറ്റ്. പവർ. ഒരു യൂണിറ്റ് സമയം കൊണ്ട് സർക്യൂട്ടിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഊർജത്തിൻ്റെ അളവാണ് പവർ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റർ P കൊണ്ട് ഇതിനെ സൂചിപ്പിക്കാം. വാട്ട് എന്നതാണ് ഇതിൻ്റെ SI യൂണിറ്റ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉപകരണങ്ങൾ വൈദ്യുതോർജ്ജം താപോർജ്ജമാക്കി മാറ്റുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ബാറ്ററി, സ്വിച്ച്, നിക്രോം കമ്പി, വോൾട്ട് മീറ്റർ, അമ്മീറ്റർ എന്നിവ ഉപയോഗിച്ച് ഒരു സർക്യൂട്ട് തയ്യാറാക്കുക. ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവ് ദിശയിലാവും കറണ്ട് പ്രവാഹം നടക്കുന്നത്. നിക്രോം കമ്പി വഴിയുള്ള കറണ്ടിൻ്റെ പ്രവാഹ തീവ്രത അളക്കുന്നതിനായാണ് ഇതുമായി ശ്രേണീ രീതിയിൽ അമ്മീറ്റർ ഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ നിക്രോം കമ്പിയുടെ രണ്ട് അഗ്രങ്ങൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം മനസ്സിലാക്കുന്നതിനായി ഒരു വോൾട്ട് മീറ്റർ അതിനു സമാന്തരമായും ഘടിപ്പിച്ചിരിക്കുന്നു. ഒരു യൂണിറ്റ് സമയത്തിൽ സർക്യൂട്ടിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഊർജത്തിൻ്റെ അളവാണല്ലോ പവർ. എന്ന് വെച്ചാൽ പവർ ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ സമയം. അതുപോലെ നിക്രോം കമ്പിച്ചുരുളിൻ്റെ ഒരു അഗ്രത്തിൽ നിന്നും Q എന്ന ചാർജിനെ മറു അഗ്രത്തിൽ എത്തിക്കാൻ ആവശ്യമായി നൽകേണ്ട പൊട്ടൻഷ്യൽ വ്യത്യാസം V ആണെങ്കിൽ ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് W ഇസ് ഈക്വൽ ടു ചാർജ് അഥവാ Q ഗുണിക്കണം പൊട്ടൻഷ്യൽ വ്യത്യാസം അഥവാ V. ഇതുകൊണ്ട് പവർ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം എന്ന സമവാക്യത്തെ പവർ ഇസ് ഈക്വൽ ടു QV ഡിവൈഡഡ് ബൈ T എന്ന് ലഭിക്കുമല്ലോ. ഇതിൽ Q/T എന്നത് നിക്രോം കമ്പിയിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രത അഥവാ കറണ്ടിന് തുല്യമാണ്. അതിനാൽ പവർ ഇസ് ഈക്വൽ ടു I ഇൻറ്റു V, അതായത് കറണ്ട് ഗുണിക്കണം പൊട്ടൻഷ്യൽ വ്യത്യാസം എന്നത് പവറിന് ഈക്വലായി ലഭിക്കുന്നു. നമ്മൾ ആദ്യം ഉപയോഗിച്ച പവറിൻ്റെ സമവാക്യം P ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം എന്നതിൽ നിന്നും വർക്ക് ഡൺ എന്നാൽ പവർ ഗുണിക്കണം ടൈം ആണെന്ന് വ്യക്തമാണല്ലോ. ആയതിനാൽ നമ്മൾക്ക് ഇപ്പോൾ ലഭിച്ച പവർ ഇസ് ഈക്വൽ ടു I ഇൻറ്റു V എന്ന സമവാക്യത്തെ സമയം കൊണ്ട് ഗുണിച്ചാൽ ഈ സമവാക്യത്തെ വർക്ക് ഡണ്ണിൻ്റെ രൂപത്തിൽ ലഭിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എന്നത് V ഇൻറ്റു I ഇൻറ്റു T എന്നതിന് തുല്യമാണ്. ഈ സമവാക്യത്തിൽ V അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസത്തെ കറണ്ടിൻ്റെയും പ്രതിരോധത്തിൻ്റെയും രൂപത്തിൽ നമുക്ക് മാറ്റി എഴുതാം. ഇതിനായി നമുക്ക് V ഇസ് ഈക്വൽ ടു I ഇൻറ്റു R എന്ന
ഓംസ് നിയമം ഉപയോഗിക്കാമല്ലോ. അതുകൊണ്ട് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ഇൻറ്റു ഐ ഇൻറ്റു ടി. ദിസ് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് ലഭിക്കുന്നു. ഇതേ സമയം സർക്യൂട്ടിലൂടെ വൈദ്യുത പ്രവാഹം നടക്കുമ്പോൾ കുറച്ച് സമയം കൊണ്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും നിക്രോം കമ്പിച്ചുരുൾ ഉയർന്ന താപം കൊണ്ട് ചുവന്ന നിറമായിരിക്കുന്നുണ്ടാവും. ഇതിൽ നിന്നും വ്യക്തമാവുന്നത് എന്താണെന്ന് വെച്ചാൽ വൈദ്യുതോർജം താപോർജമായി മാറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണല്ലോ. നമ്മൾ ഇതുവരെ വിശദമായി സമവാക്യം രൂപീകരിച്ചിട്ടുണ്ട്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു നിക്രോം കമ്പിയിലുള്ള വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗം ഇൻറ്റു നിക്രോം കമ്പിയുടെ പ്രതിരോധം ഇൻറ്റു അതുവഴി ഉണ്ടായിട്ടുള്ള വൈദ്യുത പ്രവാഹത്തിൻ്റെ സമയം. അതായത് W is equal to I സ്ക്വയർ ആർ ടി. എന്നാൽ നമ്മൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു വർക്ക് ഡൺ എന്ന് പറയുന്നത് ഊർജം തന്നെയാണെന്ന്. ഇവിടെ നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ തന്നെ അറിയാൻ കഴിഞ്ഞു ഈ സർക്യൂട്ടിൽ രൂപപ്പെട്ടിട്ടുള്ള ഊർജ്ജരൂപം താപം അഥവാ ഹീറ്റ് ആണ്. ആയതിനാൽ നമ്മൾക്ക് ലഭിച്ച സമവാക്യത്തെ H is equal to I സ്ക്വയർ ആർ ടി എന്ന് എഴുതാമല്ലോ. ഇതിൽ നിന്നും വ്യക്തമാവുന്നത് എന്തെല്ലാമാണ്? ഒരു സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഉപകരണത്തിൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലമായി താപോർജം ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണെങ്കിൽ ആ ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപോർജം വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിനും പ്രതിരോധത്തിനും വൈദ്യുത പ്രവാഹ സമയത്തിനും നേർ അനുപാതത്തിൽ ആണ്. അതായത് എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി. ഇതിനെ ജൂൾ നിയമം എന്ന് പറയുന്നു. ഇതുപോലെ സർക്യൂട്ടിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലമായി താപോർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രവർത്തനത്തെ ജൂൾ ഹീറ്റിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ജൂൾ നിയമം അനുസരിച്ച് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ചാലകത്തിൻ്റെ പ്രതിരോധം, വൈദ്യുത പ്രവാഹ തീവ്രത, വൈദ്യുത പ്രവാഹ സമയം എന്നിവയുടെ മൂല്യത്തിനനുസരിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച് ഈ ഭാഗത്തിൽ വിശദമായി പഠിക്കാം. ചാലകത്തിൻ്റെ പ്രതിരോധത്തെ R എന്നും വൈദ്യുത പ്രവാഹ തീവ്രതയെ I എന്നും വൈദ്യുത പ്രവാഹ സമയത്തെ T എന്നും അടിസ്ഥാന അളവുകളാക്കി കണക്കാക്കിയാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജം H എന്നത് I സ്ക്വയർ ആർ ടിക്ക് തുല്യം ആകുന്നു. അതുപോലെ ആറിൻ്റെ മൂല്യം ഇരട്ടിച്ചാൽ എച്ചിൻ്റെ മൂല്യവും ഇരട്ടിയാവുന്നു. ഇനി ആറിനു പകരം I ആണ് ഇരട്ടിച്ചതെങ്കിൽ എച്ച് 4 മടങ്ങ് അധികമാവുന്നു. T ആണ് ഇരട്ടിച്ചതെങ്കിലോ എച്ചും ഇരട്ടിയാവുന്നു. ഇതുപോലെ ആറിൻ്റെ മൂല്യം നേർ പകുതിയായാൽ എച്ചും നേർ പകുതിയാവുന്നു. എന്നാൽ I നേർ പകുതിയായാൽ എച്ച് അതിൻ്റെ 4/1 കുറയുന്നു. ഇനി T ആണ് പകുതിയാവുന്നത് എങ്കിലോ എച്ചും നേർ പകുതിയാവുന്നു. അതായത് പ്രതിരോധം, സമയം ഇവയേക്കാൾ വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലത്തെ സ്വാധീനിക്കുന്നത് വൈദ്യുത പ്രവാഹ തീവ്രതയാണ്. ഇനി വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലത്തിൽ പ്രതിരോധത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് വിശദമായി നോക്കാം. ഇതിനായി ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ A, B എന്നീ 2 ഹീറ്ററുകൾ ഉപയോഗപ്പെടുത്താം.
എയുടെയും ബിയുടെയും പ്രവർത്തന വോൾട്ടത 230 വോൾട്ടും എയുടെ പ്രതിരോധം 1150 ഓമും ബിയുടേത് 460 ഓമും ആണെന്ന് കരുതുക. ഈ രണ്ട് ഹീറ്ററും 5 മിനിറ്റ് സമയം തുടർച്ചയായി പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ഓരോ ഹീറ്ററിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജ്ജം എത്രയെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഹീറ്റർ എ എടുക്കാം. ജൂൾ നിയമം അനുസരിച്ച് H = I² RT എന്നാണല്ലോ. എന്നാൽ ഇവിടെ നമുക്ക് വിയുടെയും ആറിൻ്റെയും ടിയുടെയും വില മാത്രമേ അറിയുകയുള്ളൂ. ഐയുടെ വില എത്രയെന്ന് നൽകിയിട്ടില്ല. എന്നിരുന്നാലും ഇവിടെ നമുക്ക് I = V/R എന്ന ഓംസ് നിയമം പ്രയോജനപ്പെടുത്താം. അങ്ങനെയാണെങ്കിൽ H = I² RT എന്നത് H = V/R² × RT എന്ന് എഴുതാമല്ലോ. ഇതിൽ നിന്നും H = V²/R × T എന്നും ലഭിക്കും. ഇനി നൽകിയിരിക്കുന്ന വിലകൾ ഈ സമവാക്യത്തിലേക്ക് നൽകാം. ഇവിടെ വിയുടെയും ആറിൻ്റെയും മൂല്യങ്ങൾ SI യൂണിറ്റിൽ നൽകിയിരിക്കുന്നത് കൊണ്ട് ടിയെയും അതിൻ്റെ SI യൂണിറ്റായ സെക്കൻഡിലേക്ക് മാറ്റി എഴുതണം. അങ്ങനെയാണെങ്കിൽ H = 230, അതായത് 230² × 300 / 1150 = 13800 ജൂൾ എന്ന് ലഭിക്കും. ഇതേ രീതിയിൽ ഹീറ്റർ ബിയെ കൈകാര്യം ചെയ്താൽ H = 230² × 300 / 460 = 34500 ജൂൾ എന്ന് ലഭിക്കും. ഇതിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? പ്രതിരോധം കുറഞ്ഞ ഹീറ്ററിലാണ് കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? പ്രതിരോധം കൂടുമ്പോൾ അതിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രത കുറയുമല്ലോ. നമ്മൾ ഇതിനു മുമ്പ് തെളിയിച്ചത് പ്രകാരം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജ്ജത്തെ കൂടുതലായി സ്വാധീനിക്കുന്നതും ഈ വൈദ്യുത പ്രവാഹ തീവ്രത തന്നെയല്ലേ? അതനുസരിച്ച് വൈദ്യുത പ്രവാഹ തീവ്രത കുറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജ്ജവും കുറയും. ഇതുപോലെ പ്രതിരോധം കുറയുമ്പോൾ അതിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രത കൂടുകയും അതിന് ആനുപാതികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജ്ജം കൂടുകയും ചെയ്യും. പ്രതിരോധത്തിൻ്റെ മൂല്യം മാത്രമല്ല, സർക്യൂട്ടിൽ പ്രതിരോധത്തിൻ്റെ ക്രമീകരണവും വൈദ്യുത പ്രവാഹത്തിൻ്റെ തീവ്രതയെ സ്വാധീനിക്കും. പ്രതിരോധങ്ങളെ സർക്യൂട്ടിൽ ശ്രേണി രീതി, സമാന്തര രീതി എന്നിങ്ങനെ 2 രീതിയിലാണ് ക്രമീകരിക്കാൻ കഴിയുക. പേരുകൾ വിശദമാക്കുന്നത് പോലെ ശ്രേണി രീതി എന്നാൽ ഓരോ പ്രതിരോധങ്ങളെയും സർക്യൂട്ടിൽ ഒന്ന് മറ്റൊന്നിന് ശ്രേണിയായി ബന്ധിപ്പിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ പ്രതിരോധങ്ങൾ ഒന്ന് മറ്റൊന്നിന് സമാന്തരമായിട്ടാണ് സർക്യൂട്ടിൽ ബന്ധിപ്പിച്ചിട്ടുള്ളത് എങ്കിൽ അതിനെ സമാന്തര രീതി എന്നും പറയുന്നു. ആദ്യം നമുക്ക് ശ്രേണി രീതിയെക്കുറിച്ച് നോക്കാം. ഇവിടെ R1, R2 എന്നീ 2 പ്രതിരോധങ്ങളും ഒന്ന് മറ്റൊന്നിനോട് ശ്രേണിയായാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ R1ലൂടെയും R2വിലൂടെയും വൈദ്യുത പ്രവാഹം നടക്കണമെങ്കിൽ S1, S2 എന്നീ 2 സ്വിച്ചുകളും ക്ലോസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഓൺ ചെയ്തിരിക്കണം. ഏതെങ്കിലും ഒരു സ്വിച്ച് മാത്രം ഓൺ ചെയ്താൽ സർക്യൂട്ടിലൂടെയുള്ള വൈദ്യുത പ്രവാഹം നടക്കുകയില്ല. ഇത് കുറച്ചുകൂടെ വ്യക്തമാവുന്നതിന് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള പോലെ ഒരു പാലവുമായി താരതമ്യം ചെയ്യാം.
പുഴയുടെ കുറുകെയുള്ള ഈ പാലത്തിൽ രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. R1, R2 എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ളവയാണവ. ഇത് നമ്മുടെ സർക്യൂട്ടിലെ R1നും R2വിനും തുല്യമാണെന്ന് കരുതുക. അതുപോലെ പാലത്തിൽ S1, S2 എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് പാലത്തിലെ രണ്ട് ഗേറ്റുകളും അവ സർക്യൂട്ടിലെ S1, S2 സ്വിച്ചുകൾക്കും സമാനമാണെന്ന് സങ്കല്പിക്കുക. ഇനി നമ്മൾക്ക് ഈ പുഴയുടെ ഒരു കരയിൽ നിന്നും മറുകരയ്ക്ക് പോകേണ്ടതായിട്ടുണ്ടെന്നും അതിനായി ഈ പാലമാണ് ഉപയോഗപ്പെടുത്താൻ പോകുന്നതെന്നും കരുതുക. പാലത്തിലൂടെ സഞ്ചരിക്കാൻ തയ്യാറായി നിൽക്കുന്ന നമ്മൾ സർക്യൂട്ടിലെ ചാർജിന് സമാനമാണെന്ന് കരുതുക. നമ്മൾക്ക് പാലത്തിലൂടെ മറുകര എത്തണമെങ്കിൽ S1, S2 എന്നീ രണ്ട് ഗേറ്റുകളും തുറന്നിരിക്കണം. ഏതെങ്കിലും ഒന്ന് അടഞ്ഞുകിടന്നാൽ നമ്മൾക്ക് മറുകരയെത്താൻ കഴിയുകയില്ല. ഇതുപോലെ സർക്യൂട്ടിലെ ബാറ്ററിയുടെ നെഗറ്റീവിൽ നിന്നും ചാർജ് പോസിറ്റീവിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുകയുള്ളൂ. ഇങ്ങനെ എത്തിച്ചേരണമെങ്കിൽ സർക്യൂട്ടിൽ കൊടുത്തിട്ടുള്ള S1, S2 എന്നീ രണ്ട് സ്വിച്ചുകളും ഓൺ ആയേ മതിയാവുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ R1, R2 എന്നിവയിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രതയും ഇതിനിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസവും നമുക്ക് യഥാവിധി അമീറ്റർ, വോൾട്ട്മീറ്റർ എന്നിവ ഉപയോഗിച്ച് അളക്കാൻ സാധിക്കും. ഇങ്ങനെ അളക്കുകയാണെങ്കിൽ R1ലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രത I1ഉം R2വിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രത I2ഉം R1ൻ്റെ അഗ്രങ്ങൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം V1ഉം ഇത് R2വിൽ V2ഉം ആണെന്ന് കരുതുക. ഇങ്ങനെ നമ്മൾ I1, I2, V1, V2 അളന്നാൽ ഇതിൽ I1 എന്നത് I2വിന് തുല്യമായിരിക്കും. എന്നാൽ V1 എന്നത് V2വിന് തുല്യമായിരിക്കുകയില്ല. ഇത് എങ്ങനെ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ പാലം തന്നെ ഉദാഹരണമായി എടുക്കാം. ഇതുവരെ പറഞ്ഞ പോലെ നമ്മൾ 50 പേരുണ്ടെന്നും 50 പേർക്കും പാലം വഴി പുഴയുടെ മറുകര എത്തണമെന്നും കരുതുക. മുൻപ് സൂചിപ്പിച്ചതുപോലെ പാലത്തിലെ രണ്ട് ഭാഗങ്ങളായ R1, R2 ഇവയിൽ നമ്മൾ R1 ഭാഗത്തു നിന്നും R2 ഭാഗത്തേക്കാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ R1 ഭാഗത്ത് പ്രവേശിച്ച് നമ്മൾ 50 പേർക്കും നിർബന്ധമായും R2 ഭാഗത്തേക്ക് പ്രവേശിച്ചേ മതിയാവൂ. അതല്ലാതെ നമ്മൾക്ക് വേറെ വഴിയില്ല. എങ്കിൽ മാത്രമേ നമ്മൾക്ക് മറുകര എത്താൻ കഴിയുകയുള്ളൂ. ഇതുതന്നെയാണ് സർക്യൂട്ടിലും സംഭവിക്കുന്നത്. R1 പ്രതിരോധത്തിലൂടെ എത്ര ചാർജ് സഞ്ചരിച്ചോ അത്രയും ചാർജിന് R2വിലൂടെയും സഞ്ചരിച്ചേ മതിയാവൂ. ചാർജ് പ്രവാഹത്തിൻ്റെ തോതാണല്ലോ കറണ്ട്. അതുകൊണ്ട് ഇവിടെ I1 എന്നത് നിശ്ചയമായും I2വിന് തുല്യമായിരിക്കും. ഇനി പാലത്തിലൂടെ 50 പേരും നടന്ന് മറുകര എത്തിയെന്ന് വിചാരിക്കുക. പക്ഷേ അവർക്ക് R1 എന്ന ഭാഗം താണ്ടുന്നതിന് ആവശ്യമായി വന്ന ഊർജവും R2 എന്ന ഭാഗം താണ്ടുന്നതിന് ആവശ്യമായി വന്ന ഊർജവും ഒന്നു തന്നെയാവണമെന്നില്ല. R1, R2 എന്നീ രണ്ട് ഭാഗങ്ങളുടെയും ദൂരം വ്യത്യസ്തമായിരിക്കാം. അങ്ങനെയെങ്കിൽ തീർച്ചയായും അവിടെ ഉപയോഗിക്കേണ്ടി വന്ന ഊർജവും വ്യത്യസ്തമായിരിക്കും. ഇതുതന്നെയാണ് സർക്യൂട്ടിലും സംഭവിക്കുക. R1, R2 എന്നിവയുടെ വ്യത്യാസത്തിനനുസരിച്ച് അവയ്ക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസവും വ്യത്യസ്തമായിരിക്കും. അതായത് V1 എന്നത് V2വിന് തുല്യമാവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ രണ്ട് പ്രതിരോധങ്ങൾക്കിടയിലുള്ള ആകെ പൊട്ടൻഷ്യൽ വ്യത്യാസം V ആണെങ്കിൽ V എന്നത് V1ൻ്റെയും V2വിൻ്റെയും തുകയായിരിക്കും. അതായത് V = V1 + V2. ഇവിടെ V IR ആയതുകൊണ്ട് ഇതിനെ V I1 × R1 +
I2 ഇൻറ്റു R2 എന്ന് എഴുതാം. ഇതിൽ I1 I2 എന്നത് നമ്മൾക്ക് അറിയാം. അതുകൊണ്ട് ഇതിനെ നമുക്ക് എളുപ്പത്തിന് I എന്ന് എഴുതാം. അപ്പോൾ സമവാക്യം V I ഇൻറ്റു R1 പ്ലസ് I ഇൻറ്റു R2 എന്ന് എഴുതാം. ഇതിൽ I എന്നത് തുല്യമായതുകൊണ്ട് I പുറത്തെടുത്ത് R1 പ്ലസ് R2 ഇൻറ്റു I എന്ന് എഴുതാമല്ലോ. എന്ന് വെച്ചാൽ V I ഇൻറ്റു R1 പ്ലസ് R2. ഇതിൽ ഐനെ വിയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോയാൽ V ബൈ I R1 പ്ലസ് R2 എന്ന് ലഭിക്കും. V ബൈ I എന്നത് ഓംസ് നിയമപ്രകാരം R ആയതിനാൽ ഇവിടെ R R1 പ്ലസ് R2 എന്ന് ലഭിക്കുന്നു. എന്ന് വെച്ചാൽ പ്രതിരോധകങ്ങൾ സർക്യൂട്ടിൽ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാൽ സർക്യൂട്ടിൻ്റെ ആകെ പ്രതിരോധവും അഥവാ സഫല പ്രതിരോധം എന്നത് പ്രതിരോധകങ്ങളുടെ ആകെ തുകയ്ക്ക് തുല്യമായിരിക്കും. ഇങ്ങനെയെങ്കിൽ R പ്രതിരോധ മൂല്യമുള്ള N നമ്പർ പ്രതിരോധകങ്ങളെ ശ്രേണി രീതിയിൽ ഘടിപ്പിച്ചാൽ സർക്യൂട്ടിലെ സഫല പ്രതിരോധം R എന്നത് പ്രതിരോധകങ്ങളുടെ എണ്ണം ഇൻറ്റു പ്രതിരോധത്തിൻ്റെ മൂല്യം, അതായത് R N ഇൻറ്റു R ആയിരിക്കും. ഇനി നമുക്ക് സമാന്തര രീതിയെക്കുറിച്ച് പഠിക്കാം. ശ്രേണി രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ I1 I2വിന് തുല്യമല്ലാതെയും V1 V2വിന് തുല്യവും ആയിരിക്കും. എന്ന് വെച്ചാൽ ചിത്രത്തിൽ പുഴയ്ക്ക് കുറുകെയുള്ള സമാന്തരമായ രണ്ട് പാലങ്ങളാണ് R1 R2 എന്ന് കരുതുക. ഇനി അതിനു മുകളിലായി അടയാളപ്പെടുത്തിയിട്ടുള്ള S1 S2 എന്നത് പാലത്തിലെ ഗേറ്റ് ആണെന്നും വിചാരിക്കുക. ഇതിൽ R1 R2 എന്നത് ചിത്രത്തിലെ പ്രതിരോധകങ്ങൾക്കും S1 S2 എന്നിവ സ്വിച്ചുകൾക്കും സമാനമാണ്. മുൻപ് പറഞ്ഞ പ്രകാരം നമ്മൾ 50 പേരും ഈ പുഴ കടന്ന് പാലത്തിലൂടെ അക്കരെ എത്തണം എന്ന് കരുതുക. ആ സമയം പാലങ്ങളിൽ ഏതെങ്കിലും ഒന്നിലെ ഗേറ്റ് അടച്ചാലും നമ്മൾക്ക് കുഴപ്പമില്ല. കാരണം തുറന്നിട്ടിരിക്കുന്ന പാലം വഴി നമ്മൾക്ക് മറുകര എത്താൻ സാധിക്കും. ഇനി 2 ഗേറ്റും അടച്ചാൽ മാത്രമേ നമ്മുടെ യാത്ര തടസ്സപ്പെടുകയുള്ളൂ. ഇതുപോലെ സർക്യൂട്ടിൽ S1 S2 എന്നീ 2 സ്വിച്ചിൽ ഏതെങ്കിലും ഒന്ന് ഓണിൽ ഇരുന്നാലും വൈദ്യുത പ്രവാഹം സാധ്യമാണ്. 2 സ്വിച്ചും ഓഫ് ആയാൽ മാത്രമേ വൈദ്യുത പ്രവാഹം തടസ്സപ്പെടുകയുള്ളൂ. ഇനി പാലത്തിലെ 2 ഗേറ്റും ഓപ്പൺ ആണെങ്കിൽ 2 പാലത്തിലൂടെയും നമ്മൾക്ക് മറുകര എത്താമല്ലോ. എന്നിരുന്നാലും 2 പാലത്തിലൂടെയും പുഴ കടക്കുന്നവരുടെ എണ്ണം തുല്യമാവണമെന്നില്ലല്ലോ. നമ്മുടെ ലക്ഷ്യം മറുകര എത്തുക എന്നതാണ്. അതിനാൽ കുറച്ചു പേർ R1 എന്ന പാലവും ബാക്കിയുള്ളവർ R2 എന്ന പാലവും ഇതിനായി ഉപയോഗിക്കാം. ഇതുപോലെ സർക്യൂട്ടിലൂടെ സഞ്ചരിക്കുന്ന ചാർജ് വാഹകർ നമ്മൾ യാത്രക്കാർക്ക് സമാനമാണ്. അതായത് ചാർജ് വാഹകർക്ക് R1 വഴിയോ R2 വഴിയോ അവരുടെ സഞ്ചാരം മുഴുമിപ്പിക്കാം. അതായത് R1 എന്ന പ്രതിരോധത്തിലൂടെയും R2 എന്ന പ്രതിരോധത്തിലൂടെയുമുള്ള ചാർജ് പ്രവാഹം തുല്യമാവണമെന്നില്ല. എന്ന് വെച്ചാൽ I1 I2വിന് സമമല്ല. ഇങ്ങനെയാണെങ്കിലും പാലത്തിലൂടെ 50 പേർക്കും സഞ്ചരിക്കേണ്ട ദൂരം ഒന്നു തന്നെയാണല്ലോ. അതായത് ഇവിടെ R1 വഴി പുഴ കടന്നാലും R2 വഴി പുഴ കടന്നാലും 50 പേർക്കും ഉപയോഗിക്കേണ്ടി വന്നത് ഒരേ ഊർജമാണ്. ഇതിനു സമാനമായി R1 എന്ന പ്രതിരോധകമായാലും R2 എന്ന പ്രതിരോധകമായാലും സമാന്തരമാണെങ്കിൽ ചാർജ് വാഹകർക്ക് ഒരേ ഊർജമാണ് ആവശ്യമായി വരുന്നത്.
ഇവയ്ക്കിടയിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാവും. എന്ന് വെച്ചാൽ V1 എന്നത് V2വിന് തുല്യമായിരിക്കും. ഇവിടെ സർക്യൂട്ടിലൂടെയുള്ള മൊത്തം വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് പറയുന്നത് I=I1 + I2 ആയിരിക്കും. ഇതിനെ I=V1/R1 + V2/R2 എന്ന് എഴുതാം. ഇതിൽ V1 V2 ആയതിനാൽ എളുപ്പത്തിന് ഈ രണ്ടിനെയും നമ്മൾക്ക് പൊതുവായി V എന്ന് സൂചിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ I=V/R1 + V/R2 എന്നാകും. ഇതിൽ പൊതുവായ ഭാഗം പുറത്തെടുത്ത് എഴുതുകയാണെങ്കിൽ I=V*1/R1 + 1/R2 എന്ന് വരും. ഇനി Vയെ എതിർവശത്തേക്ക് കൊണ്ടുപോയാൽ I/V=1/R1 + 1/R2 എന്നാകുന്നു. ഓംസ് നിയമപ്രകാരം I/V എന്നാൽ 1/Rന് തുല്യം. അതുകൊണ്ട് സമവാക്യം 1/R = 1/R1 + 1/R2 എന്ന് ലഭിക്കുന്നു. അതായത് 1/R = R2 + R1 /R1 × R2. ഇതിൽ സഫല പ്രതിരോധം R R1 R2 /R1 + R2 എന്നാകുന്നു. എന്നുവെച്ചാൽ R പ്രതിരോധമുള്ള N പ്രതിരോധകങ്ങളെ സമാന്തരമായി ബന്ധിപ്പിച്ചാൽ സഫല പ്രതിരോധം R R/N എന്നാകുന്നു. ഇനി നമ്മൾക്ക് ഇവയിൽ നിന്നുമുള്ള നിഗമനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പ്രതിരോധങ്ങൾ ശ്രേണീ രീതിയിൽ ആണ് ബന്ധിപ്പിച്ചതെങ്കിൽ അതിൽ സഫല പ്രതിരോധം കൂടുന്നു. ഇനി പ്രതിരോധങ്ങൾ സമാന്തര രീതിയിലാണ് ബന്ധിപ്പിച്ചതെങ്കിലോ സഫല പ്രതിരോധം കുറയുന്നു. ഇതുപോലെ ശ്രേണീ രീതിയിൽ ഓരോ പ്രതിരോധത്തിലൂടെയും ഒഴുകുന്ന കറണ്ട് തുല്യമായിരിക്കും. ഇത് പ്രതിരോധത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് വിഭജിക്കപ്പെടുന്നില്ല. സമാന്തര രീതിയിൽ ഓരോ പ്രതിരോധത്തിലൂടെയും ഒഴുകുന്ന കറണ്ട് വ്യത്യസ്തം. ഇത് പ്രതിരോധത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് വിഭജിക്കപ്പെടുന്നു. അതുപോലെ ശ്രേണീ രീതിയിൽ ഓരോ പ്രതിരോധത്തിലും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരുപോലെ ആയിരിക്കില്ല. ഇത് പ്രതിരോധത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് വിഭജിക്കപ്പെടുന്നു. എന്നാൽ സമാന്തര രീതിയിൽ ഓരോ പ്രതിരോധത്തിനും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരുപോലെയായിരിക്കും. ഇത് പ്രതിരോധത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് വിഭജിക്കപ്പെടുന്നില്ല. ഇതുപോലെ ശ്രേണീ രീതിയിൽ ഓരോ പ്രതിരോധത്തെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ സമാന്തര രീതിയിൽ ഓരോ പ്രതിരോധത്തെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയും. വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളെ വൈദ്യുത താപന ഉപകരണങ്ങൾ എന്ന് പറയുന്നു. ഉദാഹരണം വാട്ടർ ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി, ഓവൻ, ഇലക്ട്രിക് ഹീറ്റർ കെറ്റിൽ, ഹോട്ട് എയർ ഗൺ, ഇലക്ട്രിക് സ്റ്റെറിലൈസർ തുടങ്ങിയവ. ഇത്തരം ഉപകരണങ്ങളിൽ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്ന ഭാഗത്തെ ഹീറ്റിംഗ് കോയിൽ എന്ന് വിളിക്കുന്നു. നിക്രോം എന്ന ലോഹസങ്കരമാണ് സാധാരണയായി ഹീറ്റിംഗ് കോയിലിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കാറ്. ഈ ലോഹസങ്കരത്തിൻ്റെ ഉയർന്ന പ്രതിരോധം, ലോഹങ്ങളെക്കാൾ ഉയർന്ന ദ്രവണാങ്കം, ഉയർന്ന തിളനില തുടങ്ങിയവയാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഇതുകൂടാതെ നിക്രോം ഉയർന്ന താപനിലയിലും ഓക്സീകരിക്കപ്പെടുന്നില്ല. സുരക്ഷാ ഫ്യൂസ്, ഓവർലോഡ്, ഷോർട്ട് സർക്യൂട്ട് തുടങ്ങിയ സാഹചര്യങ്ങളിൽ സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ തീവ്രത വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ജൂൾ നിയമം അനുസരിച്ച് ഫ്യൂസ് വയറിൽ ഉയർന്ന താപം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും
താരതമ്യേന താഴ്ന്ന ദ്രവണാങ്കമായതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ഫ്യൂസ് വയർ ഉരുകുകയും സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതുവഴി സർക്യൂട്ടിലേക്കുള്ള വൈദ്യുത പ്രവാഹം തടസ്സപ്പെടുകയും സർക്യൂട്ടിനെയും ഉപകരണങ്ങളെയും കേടുപാടുകൂടാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. സുരക്ഷാ ഫ്യൂസിലെ പ്രധാന ഭാഗമായ ഫ്യൂസ് വയർ ടിൻ, ലെഡ് എന്നീ ലോഹമിശ്രിതം കൊണ്ടുണ്ടാക്കിയവയാണ്. ഈ ലോഹമിശ്രിതത്തിന് താരതമ്യേന താഴ്ന്ന ദ്രവണാങ്കമാണുള്ളത്. വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പോലെ മറ്റൊന്നാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ പ്രകാശഫലം. ഇതിൽ വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. വൈദ്യുത പ്രവാഹത്തിൻ്റെ പ്രകാശഫലത്തിന് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഇൻകാൻഡസെൻ്റ് ലാമ്പ്. ഇൻകാൻഡസെൻ്റ് എന്നാൽ താപത്താൽ തിളങ്ങുന്നത് എന്നാണർത്ഥം. ചിത്രത്തിൽ കാണിച്ച തരത്തിലുള്ള മുൻകാലങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഫിലമെൻ്റ് ലാമ്പിനെയാണ് ഇൻകാൻഡസെൻ്റ് ലാമ്പ് എന്ന് പറയുന്നത്. ഇതിൽ ടങ്സ്റ്റൺ കൊണ്ടുണ്ടാക്കിയ വളരെ നേർത്ത ഫിലമെൻ്റാണ് പ്രധാന ഭാഗം. സാധാരണ വോൾട്ടേജിൽ ഈ ടങ്സ്റ്റൺ ഫിലമെൻ്റ് ചൂടാകുകയും പ്രകാശത്തെ പുറത്തുവിടുകയും ചെയ്യുന്നു. ഈ ബൾബിന് ഉൾവശം വായുശൂന്യമായിരിക്കും. ടങ്സ്റ്റൺ ഫിലമെൻറ്റിന് സംഭവിക്കാൻ സാധ്യതയുള്ള ഓക്സീകരണം ഒഴിവാക്കുകയും അതുവഴി ഫിലമെൻറ്റിൻ്റെ ആയുസ് ദീർഘിപ്പിക്കുവാനും വേണ്ടിയാണിത്. ഫിലമെൻ്റ് നിർമ്മാണത്തിനായി ടങ്സ്റ്റൺ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെല്ലാമെന്ന് വെച്ചാൽ ഉയർന്ന പ്രതിരോധം, ഉയർന്ന ദ്രവണാങ്കം, നേർത്ത കമ്പികളാക്കാൻ സാധിക്കുന്നു, ചുട്ടുപഴുത്ത് ധവളപ്രകാശം പുറത്തുവിടാനുള്ള കഴിവ് എന്നിവയാണ്. എന്നാൽ നൽകുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും താപരൂപത്തിൽ നഷ്ടപ്പെടുകയും ഇതുവഴി ക്ഷമത കുറയുകയും ചെയ്യുന്നു. ഇതാണ് ഇൻകാൻഡസെൻ്റ് ലാമ്പിന് സംഭവിക്കുന്ന പ്രധാന ന്യൂനത. ഇത്തരം ന്യൂനതകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിക്കപ്പെട്ട മറ്റൊരു വിഭാഗമാണ് ഡിസ്ചാർജ് ലാമ്പുകൾ. ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിൽ 2 ഇലക്ട്രോഡും അതിനിടയിൽ വാതകങ്ങളും അടക്കം ചെയ്തതാണ് ഡിസ്ചാർജ് ലാമ്പ്. ഇലക്ട്രോഡുകൾക്കിടയിൽ ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകപ്പെടുമ്പോൾ ഉള്ളിൽ നിറച്ചിരിക്കുന്ന വാതക തന്മാത്രകൾക്ക് ഉയർന്ന ഊർജം ലഭിക്കുന്നു. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ അതുവരെ സ്ഥിരതയാർന്ന കുറഞ്ഞ ഊർജനിലകളിൽ സ്ഥിതി ചെയ്ത ഈ വാതക തന്മാത്രകൾ തൽഫലമായി അസ്ഥിരമായ ഊർജം കൂടിയ ഊർജനിലകളിലേക്ക് മാറ്റപ്പെടുന്നു. എന്നാൽ ഇത്തരം കൂടിയ ഊർജനിലകൾ അസ്ഥിരമായതിനാൽ സ്ഥിരത കൈവരിക്കുന്നതിനായി ഈ തന്മാത്രകൾ അതിന് അധികമായി ലഭിച്ച ഊർജത്തെ പ്രകാശരൂപത്തിൽ പുറത്തുവിടുകയും ഇതിൻ്റെ ഫലമായി ഊർജം കുറഞ്ഞ് സ്ഥിരത കൈവരിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ പുറന്തള്ളപ്പെടുന്ന പ്രകാശോർജ്ജമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇൻകാൻഡസെൻ്റ് ലാമ്പുകളെ അപേക്ഷിച്ച് ഡിസ്ചാർജ് ലാമ്പുകൾക്ക് ക്ഷമതയും ആയുസ്സും കൂടുതലാണ്. ഇതുകൂടാതെ ഡിസ്ചാർജ് ലാമ്പുകളിൽ ഊർജ്ജനഷ്ടം വളരെ കുറവാണ്. കൂടാതെ വ്യത്യസ്ത നിറത്തിലുള്ള പ്രകാശം ഡിസ്ചാർജ് ലാമ്പുകൾ ഉപയോഗിച്ച് നിർമ്മിക്കാം. എന്നാൽ ഇതിൽ ഉപയോഗിക്കുന്ന വാതകങ്ങൾ ചിലത് നമ്മുടെ പരിസ്ഥിതിക്ക് ഹാനികരമാണ് എന്നതാണ് ഇതിൻ്റെ പ്രധാന ന്യൂനത. ഈ 2 തരം ലാമ്പുകളെ അപേക്ഷിച്ച് കുറഞ്ഞ വൈദ്യുത ഉപയോഗം, ഉയർന്ന ക്ഷമത, കൂടുതൽ ആയുസ്, വളരെ ചെറിയ ഊർജ്ജനഷ്ടം, പുനരുപയോഗപ്രദം, പ്രകൃതി സൗഹാർദ്ദം എന്നീ ഗുണങ്ങളോട് കൂടിയതും ഇതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതലായും ഉപയോഗിക്കുന്നതുമായ ബൾബാണ് LED അഥവാ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇനി നമുക്ക് പാഠഭാഗം വിലയിരുത്തലും തുടർ പ്രവർത്തനങ്ങളുമാണ് ഉള്ളത്. ഇത് അടുത്ത ക്ലാസ്സിൽ തുടരുന്നതായിരിക്കും.